ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏതൊരു ബന്ധത്തിനും അതിൻ്റെ വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ട്ടോ ഞാൻ. അതുപോലെ ഞാനും ഫിദയും കണ്ടുമുട്ടിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എത്രയോ മുന്നേ പരിചയമുള്ള പോലെ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ട് ഒരുപാട് ഒരു 2-3-4 മാസം ആയിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് നാട്ടിൽ വരുമ്പോഴാണ് നമുക്ക് മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇന്നൊരു പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഫിലിമിന് പോകാനായിരുന്നു. ഓൺലൈനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ അവരൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നത്. അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതാ അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫിലിമിന് വരുന്നത്. നമ്മളധികം പോവാറുള്ളത് വിസ്മയ തിയേറ്ററിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അതാ നമ്മുടെ സീറ്റ് നമ്മൾ കണ്ടുപിടിച്ചതായിരിക്കുകയാണ് കേട്ടോ. ഫിലിമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫിലിം തുടങ്ങി കുറച്ച് നേരം ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കൊക്കെ അതാ ഫുൾ എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് എന്താ വെച്ചാൽ ഫിദനെ കണ്ടു, ആദുവിനെ കണ്ടു. അങ്ങനെ എനിക്ക് അവരെ കണ്ടതിലാട്ടോ ഏറ്റവും കൂടുതൽ സന്തോഷമായത്. അങ്ങനെ ഇതാ നമ്മൾ ഇൻ്റർവെല്ലൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ദുരന്തർ കാണാനായിട്ട് വന്നത്. അത്യാവശ്യം ഒരു 4 മണിക്കൂറോളം ഉണ്ട് ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് ആൾക്കാരൊക്കെ ഇടയിൽ വെച്ച് നീച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. കാരണം അത് കഴിയണില്ലല്ലോ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ കാണുന്ന ഓരോ പ്രഹസനമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പോലും ഒന്നും തരാതെ ഫിദ തിന്നു ഗൈസ് എല്ലാതും. കൈയിട്ട് വാരുന്നു തിന്നുന്നു, കൈയിട്ട് വാരുന്നു തിന്നു. അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു നമുക്ക് ചായ എന്തെങ്കിലും വാങ്ങാം, കടി എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലബ് സാൻഡ്വിച്ചാണ് കേട്ടോ ഓർഡർ കൊടുത്തത്. ഇവിടുന്ന് ഓർഡർ കൊടുത്താൽ മതി, അവർ നമ്മൾ ഉള്ള സ്ഥലത്തേക്ക് അത് കൊടുന്ന് തരും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ചായ വാങ്ങിയിട്ടുണ്ട്. ചായ ഒന്നും പറയല്ല, നല്ല അടിപൊളി ചായയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇൻ്റർവെല്ല് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സിനിമ തുടങ്ങി. നമ്മളവിടെ വെയിറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്താണ് അവർ ഈ സാധനം കൊടുന്നു തന്നത്. ക്ലബ് സാൻഡ്വിച്ചാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ്. അങ്ങനെ മൂവി ഏകദേശം എൻഡിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മൂവി കേട്ടോ. അങ്ങനെ നമ്മളിതാ മൂവി കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഓൾറെഡി ഒരു 3:45 ആയിട്ടുണ്ട് കേട്ടോ സമയം രാവിലെ. അങ്ങനെ നമ്മളിതാ അത് കഴിഞ്ഞിട്ട് വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി. കാരണം ഇവരെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു പുറത്ത് കേട്ടോ. അങ്ങനെ അതാ വണ്ടീൻ്റെ അടുത്ത് പോയി. വണ്ടീൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെയോ ഇവർ സംസാരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വ്യത്യാസമായിരുന്നു. അങ്ങനെ ആദ്യം ഇതാ ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ അവൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി അവരെ വീട്ടിലിതാ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ പോകാൻ പോവുകയാണ്. പോണ സമയത്ത് കുറച്ചിങ്ങോട്ട് വന്ന സമയത്താണ് കേട്ടോ ഇങ്ങനെ ഒരു രണ്ടാൾക്കാർ നമ്മുടെ പിന്നാലെ കൂടി ഗൈസ്. എനിക്ക് തോന്നുന്നു ഇവർ ഏകദേശം കുറച്ച് ദൂരം നമ്മുടെ കൂടെ ഓടിയിട്ടുണ്ടാവും കേട്ടോ. കാരണം അത്രക്കും സ്പീഡിലാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 4:45-5 മണി സമയമായിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കാനോട് ചോദിക്കുമായിരുന്നു, നിങ്ങളെങ്ങനെയാണ് ഈ ഉറക്കം ഇതാക്കിയിട്ട് വണ്ടി ഓടിക്കാൻ കഴിയണതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനായിട്ട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞത് അതൊക്കെ ഒരു കലയാണ്, അത് ആ കലയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഉറങ്ങാതിരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. ശരി എന്നാന്നും പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ ഈ ഒരു ബ്ലോക്ക് പെട്ടിരുന്നു കേട്ടോ. റെയിൽവേൻ്റെതാണ്, അവിടെ പെട്ടു. അപ്പോൾ ഒന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. ഭയങ്കര സന്തോഷമായി. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു എല്ലാവരും.